തിരുവനന്തപുരം ചിറയിൻകീഴ് വക്കത്ത് ഒരു കുടുംബത്തിലെ 4 പേർ ജീവനൊടുക്കിയിരിക്കുന്നു. കടബാധ്യതയാണ് ജീവനൊടുക്കാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിഷ്ണു കരുണാകരൻ ആ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. ആരൊക്കെയാണ് ഈ ഒരു ജീവനൊടുക്കിയ സംഭവത്തിൽ ഇരകളായി മാറിയിരിക്കുന്നത്? മനീഷ്, ഒരു കുടുംബത്തിലെ 4 പേരാണ് ഇപ്പോൾ ജീവനൊടുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം ചിറയൻകീഴ് വക്കത്ത് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു എന്നുള്ള വിവരമാണ് വരുന്നത്. വക്കം ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാർ, ഭാര്യ ഷീജ, 2 ആൺകുട്ടികൾ എന്നിവരാണ് മരിച്ചത്. നാട്ടുകാർ പോലീസ് വിവരം അറിയിച്ചു. അങ്ങനെയാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നാട്ടുകാർക്ക് ആ വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നോ എന്ന് പോലും അറിയാത്ത സാഹചര്യമായിരുന്നു. അതിനെ തുടർന്നാണ് നാട്ടുകാർ രാവിലെ ആയതോടെ തന്നെ ഇത് സംശയം തോന്നി വീടിന് മുന്നിലെത്തി പരിശോധന നടത്തിയത്. അതിന് പിന്നാലെ ആ വീട്ടിനുള്ളിൽ എന്തെങ്കിലും ഒരു ഉറപ്പില്ലാത്ത, അതായത് വീട്ടുകാരുണ്ടോ അല്ലെങ്കിൽ വീട്ടുകാർ മരണപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള സംശയങ്ങൾ ഉയർന്നു വന്നിരുന്നു. പിന്നാലെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് അവിടെ എത്തി പരിശോധന നടത്തി. വീട് തുറന്നാണ് പരിശോധന നടത്തിയത്. അപ്പോഴാണ് 4 പേരും മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. മറ്റ് വിവരങ്ങളൊന്നും ഇപ്പോൾ ലഭ്യമല്ല. ഏതായാലും കടബാധ്യതയാണ് ജീവൻ ഒടുക്കാൻ കാരണം എന്നുള്ള ഒരു പ്രാഥമിക വിവരവും ലഭിക്കുന്നുണ്ട്. അതായത് ഈ അനിൽകുമാറിന് സഹകരണ ബാങ്കിൽ തന്നെ വലിയ ഒരു ലോൺ ഉണ്ട്. അതിന് പുറമെ തന്നെ മറ്റ് കടങ്ങൾ പുറത്തുണ്ട്. അങ്ങനെ കടബാധ്യത വളരെ കൂടുതൽ ഉണ്ടാവുകയും അതിൽ ചില ക്രമക്കേടുകൾ ഉണ്ടാകുകയും ചെയ്തതാണ് ആത്മഹത്യക്ക് കാരണം എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ എത്തുന്നത്. ഏതായാലും പോലീസ് വിശദമായി ഈ കടബാധ്യതയെക്കുറിച്ചും ഈ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചും അതോടൊപ്പം ഈ മരണത്തെക്കുറിച്ചും കാര്യമായുള്ള ഒരു അന്വേഷണം നടത്തും. അന്വേഷണം നടത്തിയതിനെ കുറിച്ച് ശേഷമായിരിക്കും ഈ മരണകാരണങ്ങൾ കൂടുതൽ സ്ഥിരീകരിക്കുന്നത്. ഏതായാലും നിലവിൽ ജീവൻ ഒടുക്കിയത് എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അതോടൊപ്പം കടബാധ്യതയാണ് കാരണം എന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ എത്തിയിരിക്കുകയാണ്. മനീഷ്. ശരി, വിഷ്ണു കരുണാകരനാണ് തിരുവനന്തപുരം ചിറയിൻകീഴ് വക്കത്ത് ഒരു കുടുംബത്തിലെ 4 പേർ ജീവനൊടുക്കിയതിൻ്റെ വിവരങ്ങൾ നൽകിയത്. കടബാധ്യതയാണ് കാരണമെന്ന് പറയുമ്പോൾ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കാരണം കടബാധ്യതയാണ് എന്നുള്ള തോന്നൽ പ്രേക്ഷകരിൽ ആർക്കും ഉണ്ടാവരുത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. വക്കത്ത് ഒരു കുടുംബത്തിലെ 4 പേർ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തപ്പെട്ടിരിക്കുന്നു. ഫാമേഴ്സ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാറിനെയും കുടുംബത്തെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 55 വയസ്സുള്ള അനിൽകുമാർ, 50 വയസ്സുള്ള ഭാര്യ ഷീജ, 25 വയസ്സുള്ള മക്കളായ അശ്വിൻ, 22 വയസ്സുള്ള മക്കളായ ആകാശ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ വെളിവിലാകം ക്ഷേത്രത്തിന് സമീപത്തുള്ള വീട്ടിൽ രാവിലെ 9 മണിയോടെ അയൽക്കാർ ഇവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നും ഇന്ന് വന്നു നോക്കിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടതെന്നുമാണ് ബന്ധുക്കളിൽ ചിലർ പറഞ്ഞിരിക്കുന്നത്. കടക്കാവൂർ പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന കാര്യം ഓർത്തുകൊണ്ടാണ് ഈ വാർത്ത കാണേണ്ടത്.